നമസ്കാരം. സിനിമാ പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു, വ്യാപകമായി ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. അവർക്കൊക്കെ രാഷ്ട്രീയമായി എന്ത് പരിചയമാണ് ഉള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏത് രീതിയിലുള്ള ഏത് രീതിയിലുള്ള മേഖലയാണ് എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. എങ്കിലും രാഷ്ട്രീയത്തിൽ ഒരുപാട് പേർ, കമലഹാസൻ, പ്രകാശ് രാജ്, അതുപോലെ ഖുഷ്ബു, അങ്ങനെ അനവധി പേർ പ്രതികരിക്കുകയും സിനിമയും രാഷ്ട്രീയവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം കേരളത്തിലടക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നടി രോഹിണി എന്ന് പറയുന്ന തെക്കേ ഇന്ത്യൻ നടി, അവർ ഒരുപാട് മലയാള സിനിമകളിലൊക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മരിച്ചുപോയ നടൻ രഘുവരന്റെ ആദ്യ ഭാര്യയായിരുന്നു. അവർ നല്ലൊരു അഭിനേത്രി കൂടിയാണ്. സ്ത്രീ പക്ഷപാതമൊക്കെ ഉന്നയിക്കുന്ന ഒരു സ്ത്രീയാണ് നടി രോഹിണിയുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ വാർത്തയാകുന്നത്. അതായത് നരേന്ദ്രമോദിയെ പോലെ ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയെ രാജ്യത്തിന് ആവശ്യമില്ല എന്നാണ് നടി രോഹിണി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഫാസിസം എന്താണ് എന്ന് രോഹിണിക്ക് അറിയുമോ എന്ന് നമുക്കറിയില്ല. ഇവിടെ നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന് CPM പോലും പറഞ്ഞിരിക്കുന്ന അവസരത്തിലാണ് നടി രോഹിണിയുടെ ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധേയമാകുന്നത്. മോദി വീണ്ടും മത്സരിക്കരുത് എന്നാണ് അപേക്ഷ. തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണാധികാരിയല്ല വേണ്ടത്. മോദി ഇവിടെ BJPക്കെതിരെയും അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും സംസാരിക്കുന്നവരെയൊക്കെ എപ്പോഴാണ് നശിപ്പിച്ചത്, എപ്പോഴാണ് ഇല്ലായ്മ ചെയ്തത് എന്നുകൂടി നടി രോഹിണി ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. അതുപോലെ പ്രിയങ്ക ഗാന്ധി ഹൃദയം കവരാൻ പറ്റുന്ന സ്ത്രീയാണ്. ഹൃദയം കവർന്നാൽ ഇവിടെ ഭരണം നടക്കില്ല, അല്ലെങ്കിൽ ഹൃദയം കവർന്നാൽ മാത്രം, കണ്ടാൽ സൗന്ദര്യമുള്ളത് കൊണ്ടോ തൊലി വെളുത്ത് ഇരുന്നത് കൊണ്ടോ ഇറ്റാലിയൻ മദാമ്മയുടെ മകളായതുകൊണ്ടോ ഒന്നും ഇവിടെ ഹൃദയം കവർന്നാൽ ഭരണവും ജനഹിതമായ കാര്യങ്ങളും നടക്കില്ല എന്നുള്ള കാര്യം ശ്രീമതി രോഹിണി ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രിയങ്കയെ രംഗത്തിറക്കിയത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നതല്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വരുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. അതിനോട് യോജിക്കുന്നു. രാജ്യത്തിന്റെ സ്പന്ദനം അറിയുന്നതിന് മുൻപ് നേതാവായ ആളാണ് രാഹുൽ ഗാന്ധി. ആർക്കാണ് അദ്ദേഹം നേതാവ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴാണ് രാഹുൽ ജനങ്ങളെ കേൾക്കാൻ തുടങ്ങിയത്. തമിഴ്നാട്ടിലടക്കം നിലനിൽക്കുന്ന വോട്ടിന് പണവും പാരിതോഷികങ്ങളും നൽകുന്ന രീതി അവസാനിപ്പിക്കണം. അത് DMK-യോട് അല്ലെങ്കിൽ സ്റ്റാലിനോട് പറയണം. കമൽഹാസന്റെ അഴിമതി വിരുദ്ധ രീതി നല്ലതാണ്. താരമാണെന്ന കാരണം കൊണ്ട് മാത്രം സ്വീകാര്യത കിട്ടില്ല. സിനിമയിൽ കാട്ടുന്ന ആത്മാർത്ഥത രാഷ്ട്രീയത്തിലും കാട്ടിയാൽ വിജയിക്കാനാകും. ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ മുഖങ്ങൾ കടന്നു വരുന്നത് പ്രതീക്ഷ നൽകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് രോഹിണി പറഞ്ഞത്. രോഹിണിയുടെ സിനിമാഭിനയത്തെക്കുറിച്ചോ സിനിമാ ജീവിതത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. പക്ഷേ നരേന്ദ്രമോദിക്കെതിരെ എന്നാൽ പ്രിയങ്ക മിടുക്കിയാണ്, പക്ഷേ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്കിടയിൽ വരണം. രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ജനങ്ങളെ കേൾക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവർ പറയുന്നുണ്ട്. നമ്മളിതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. പക്ഷേ അവരുടെ വിലയിരുത്തൽ ഏത് രീതിയിലാണ്, ഏത് അവസരത്തിലാണ്, അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കൂടി പറയണം. നരേന്ദ്രമോദി ഇനി മത്സരിക്കരുത് എന്ന് പറയാൻ രോഹിണി ആരാണ്? നരേന്ദ്രമോദി എവിടെ കിടക്കുന്നു? സിനിമാ നടിയായ രോഹിണി എവിടെ കിടക്കുന്നു? ഓർമ്മ വെച്ച നാൾ മുതൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ കടന്നു വന്ന് വിവിധ മേഖലകളിലൂടെ പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ സ്വന്തം ജീവിതം പോലും ഒഴിഞ്ഞുവെച്ച് ആ രീതിയിൽ പ്രവർത്തിച്ച് പ്രധാനമന്ത്രിയായ ആളാണ് നരേന്ദ്രമോദി. അത് രോഹിണിക്ക് അറിയില്ലായിരിക്കാം, പക്ഷേ അറിയണം. രാഹുൽ ഗാന്ധിയൊക്കെ മാനത്ത് നിന്ന് പൊട്ടി വീണതാണ്. രാജീവ് ഗാന്ധിയുടെ മകനായതുകൊണ്ട് മാത്രം, പ്രിയങ്ക ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകളായതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ മക്കളായതുകൊണ്ട് മാത്രം ഇങ്ങനെ കുടുംബാധിപത്യം പുലർത്തുന്ന കോൺഗ്രസിൽ പിടിച്ചു നിൽക്കുന്നതാണ്. അവർക്ക് ജനഹിതം എന്തെന്നോ ജനസേവനം എന്തെന്നോ ജനങ്ങളുടെ മനസ്സെന്തെന്നോ ഒന്നും അറിയില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. രോഹിണി പറഞ്ഞതിനോട് യോജിക്കുന്നു. പക്ഷേ നരേന്ദ്രമോദി ഇനി മത്സരിക്കരുത്, അദ്ദേഹം എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നു തുടങ്ങിയ ഭോഷ്കത്തരങ്ങളും മണ്ടത്തരങ്ങളും രോഹിണിയെ പോലെ ഒരു അഭിനേത്രി വിളിച്ചു പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കേണ്ടതാണ്. രോഹിണി പറയുന്ന അഭിപ്രായത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നതല്ല, പക്ഷേ ആ ഒരു വീക്ഷണം ശരിയായ നിരയിലേക്ക് അല്ലെങ്കിൽ ശരിയായ രീതിയിലേക്ക് എത്തുന്നില്ല, അവരുടെ ആ ഒരു വിലയിരുത്തൽ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി രോഹിണി പ്രതികരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ, അദ്ദേഹം സന്യാസം സ്വീകരിക്കണോ, അദ്ദേഹം മറ്റ് ആർക്കെങ്കിലും വഴിമാറണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങളും ഭാരതീയ ജനതാ പാർട്ടി എന്ന ജനാധിപത്യ പാർട്ടിയും തീരുമാനിച്ചുകൊള്ളും. അതിനകത്ത് മറ്റാരുടെയും അഭിപ്രായം നമുക്ക് വേണ്ട. ഇനി അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ നിരവധി കമന്റുകൾ ഈ ഒരു പ്രസ്താവനയ്ക്ക് വരുന്നുണ്ട്. ഒരു വെള്ളപ്പേപ്പറിൽ അപേക്ഷ എഴുതി മോദിക്ക് കൊടുക്കാനൊക്കെ പറഞ്ഞ് ചില കമന്റുകൾ വരുന്നുണ്ട്. എന്തായാലും ഇത്തരം പ്രസ്താവനകൾ പരിഹാസ്യമാകാനേ ഉപയോഗിക്കൂ, അല്ലെങ്കിൽ പരിഹാസ്യമാകാനേ ഉപകരിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.